അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് 8ാം ക്ലാസ്സിൻ്റെ മണി മാത്ത് എന്ന് പറഞ്ഞ ലെസൻ്റെ ബാക്കി ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങണേക്ക് മുമ്പ് വീണ്ടും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കാണുന്ന എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. ഉപകാരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees in a bank which pays 6% interest compounded annually. How much would he get back after 3 years? അനസ് 20,000 രൂപ ഒരു ബാങ്കിൽ 6% കൂട്ടുപലിശയിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ അവന് എത്ര രൂപ അവന് തിരിച്ചു കിട്ടും? 3 വർഷം കഴിയുമ്പോൾ അവന് എത്ര രൂപ തിരിച്ചു കിട്ടും? ഇതാണ് ചോദ്യം. അപ്പം നമുക്കൊന്ന് ചെയ്തു തുടങ്ങാം കേട്ടോ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എന്താണ്? P × 1 + R/100 all raised to n. അപ്പോൾ ഇവിടെ P = എമൗണ്ട്, അവൻ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്തതെന്നുള്ളതാണ് 20,000, 20,000. ഇനി R = 6%, N = എത്ര വർഷത്തേക്കാണെന്നുള്ളതാണ് 3 years. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മളതൊന്ന് കൊടുക്കുകയാണ്. അപ്പോൾ 20,000, ഇത് പേജ് നമ്പർ ഞാൻ പറയാനായിട്ട് മറന്നുപോയി. അപ്പോൾ പേജ് നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ, പേജ് നമ്പർ 102. അപ്പോൾ 20,000 × 1 + R എന്ന് വെച്ചാൽ പെർസെൻറ്റേജ്, 6/100 ഓൾ റേസ് ടു എത്ര ഇയറാണ്? 3 ഇയറാണ്. 20,000 × 1 × 100 100 100 + 6 106/100. അങ്ങനെ എത്ര പ്രാവശ്യം? 3 ടൈംസ് ആണ് അതന്നെ എഴുതേണ്ടത്. 106/100 × 106/100. ഇനി അടിയിലും മുകളിലും ഒരുപോലെയുള്ള കോമൺ ആയിട്ട് വരുന്ന സീറോസ് എത്ര ഉണ്ടോ അത്ര എണ്ണി വെട്ടിക്കളയാം. 1 2 3 4 1 2 3 4. ഇത് പോയി, ഇവിടത്തെയും പോയി. അപ്പോൾ ദെൻ 2 × 106 × 106 × 106 all/100. അപ്പോൾ നമുക്കതൊന്ന് വേഗം ഒന്ന് ഇൻറ്റു ചെയ്തിട്ട് വരാം. ഇൻറ്റു ചെയ്തപ്പോൾ ഇത്രയാണ് കിട്ടുന്നത്, 100. അപ്പോൾ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി എന്താണ്? എത്ര പൂജ്യം ഉണ്ടോ, എത്ര സീറോ ഉണ്ടോ അത്രയും സീറോ ഇവിടുന്ന് എണ്ണി പോയിൻ്റ് സ്ഥാനത്തേക്ക് കുത്തിട്ട് വെക്കുക. അപ്പോൾ ഇവിടെയാണ് പോയിൻ്റ് വരിക. 23,820 രൂപ 32 പൈസ കണ്ടോ? ഇത്രയാണ് വരുന്നത്. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ കണക്കാണ്. ദിയ ഡെപ്പോസിറ്റഡ് 8,000 rupees 8,000 rupees in a bank which gives 10% interest compounded annually. After 2 years she withdraw 5,000 rupees. After 1 more year how much would she have in her account? അതായത് ദിയയുടെ 8,000 രൂപയാണ് അവൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. 10% 10% ഇൻട്രസ്റ്റാണ്, പലിശയാണ് അവൾക്ക് ബാങ്ക് കൊടുക്കുന്നത്. അത് കോമ്പൗണ്ടഡ് കൂട്ടുപലിശയിലാണ് വർഷത്തിൽ കൊടുക്കുന്നത്. 2 വർഷത്തിന് ശേഷം അവൾ 5,000 രൂപയാണ് അതിൽ നിന്ന് തിരിച്ചെടുക്കുന്നത്. ആഫ്റ്റർ 1 more year, ഒരു വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം ബാക്കി എത്ര റുപ്പീസാണ് അവൾക്ക് എത്ര രൂപയാണ് അവൾക്ക് ഡെപ്പോസിറ്റ് ഇട്ടെന്ന് തിരിച്ചു കിട്ടുക? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വീണ്ടും ആ ഫോർമുല തന്നെ നമ്മൾ എഴുതണം. P × 1 + R/100 all raised to n. അപ്പോൾ P = എത്ര റുപ്പീസാണ് പറയണത്?
8,000 8,000 രൂപ. പിന്നെ R ഈസ് ഈക്വൽ ടു 10%. ദെൻ N ഈസ് ഈക്വൽ ടു 2 ഇയേഴ്സ് ആണ്, 2 വർഷമാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ 8,000 ഇൻറ്റു 1 പ്ലസ് 10/100 ഓൾ റൈസ് ടു എത്ര വർഷം? 2 വർഷം. 8,000 ഇൻറ്റു 1 ഇൻറ്റു 100 100 പ്ലസ് 10 110 110 110/100 എത്ര ഇയറായിട്ട്? 2. അപ്പം 110/100. കോമൺ സീറോസ് വെട്ടിക്കളയാം. 1 2 3 4 5 കോമൺ സീറോ ആണ് മുകളിൽ ആണ് അത്. പക്ഷെ കോമൺ ആയിട്ട് വരുന്നത് 1 2 3 4, അടിയിൽ 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ കോമൺ സീറോ എത്ര എണ്ണേ ഉള്ളൂ? 4 എണ്ണം. അപ്പം 4 എണ്ണം നമുക്ക് വെട്ടിക്കളയാൻ പറ്റുള്ളൂ. അപ്പോൾ 4 എണ്ണം വെട്ടിക്കളഞ്ഞു. ഇവിടുന്ന് 3 വെട്ടിക്കളഞ്ഞു, ഇവിടുന്ന് 1 വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നത് 8 ഇൻറ്റു 110 ഇൻറ്റു 11. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇൻറ്റു ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,680 റുപ്പീസ്. 9,680 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കണക്കിലേക്ക് പോവാണ്. വരുൺ ടുക്ക് ഔട്ട് ഓഫ് എ ലോൺ 25,000 റുപ്പീസ് ഫ്രം എ ബാങ്ക്. വരുൺ 25,000 രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. വിച്ച് ചാർജസ് 11% കോമ്പൗണ്ടഡ് ആനുവലി. 11% കൂട്ടുപലിശയാണ് ആ ബാങ്കുകാർ അവിടെ ചാർജ് ചെയ്യുന്നത്. ഹി പെയ്ഡ് ബാക്ക് 10,000 റുപ്പീസ് ആഫ്റ്റർ 2 ഇയേഴ്സ്. 2 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ വരുൺ 10,000 രൂപ 10,000 റുപ്പീസ് തിരിച്ചടച്ചു ബാങ്കിൽ. ഹൗ മച്ച് ഷുഡ് ഹി പേ ആഫ്റ്റർ 1 more ഇയർ ടു സെറ്റിൽ ദ ലോൺ. ശേഷം 1 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം അവൻ ലോൺ മുഴുവൻ സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മുഴുവൻ അടച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് അവൻ തിരിച്ചു കൊടുക്കേണ്ടി വരിക? ഇതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതാം. P ഇൻറ്റു 1 പ്ലസ് R/100 ഓൾ റൈസ് ടു N. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതി. ദെൻ P ഈസ് ഈക്വൽ ടു 25,000. പിന്നെ R ഈസ് ഈക്വൽ ടു 11%. ദെൻ ആദ്യം അയാൾ 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ 10,000 രൂപ തിരിച്ചടച്ചു എന്നല്ലേ പറയണത്. അപ്പം നമ്മൾ ആദ്യം N കണ്ടുപിടിക്കുമ്പോൾ 2 ആയിട്ടിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതിന് ശേഷം 1 more ഇയർ രണ്ടാമതും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 2 ഇയറിലെയാണ് കാണേണ്ടത്. അപ്പോൾ 25,000 ഇൻറ്റു 1 പ്ലസ് 11% all raised to 2. 25,000 into 1 into 100 100 into അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 111. 1 into 100 100 പ്ലസ് 11 111 ബൈ 100. അങ്ങനെ എത്ര തവണത്തെ കാണണം? 2 തവണത്തെ കാണണം കേട്ടോ. ഇൻറ്റു 111/100. അപ്പോൾ കോമൺ സീറോ വെട്ടിക്കളയാം. കോമൺ സീറോ 1 2 3 4, ഇവിടെ 3. അപ്പോൾ എത്രയാണ് കോമൺ സീറോ വരുന്നത്? 3 സീറോ ഉള്ളൂ കോമൺ ആയിട്ട്. 3 സീറോ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് 25 ഇൻറ്റു 111 ഇൻറ്റു 111/10. എല്ലാം കൂടി നമുക്കൊന്ന് ഇൻറ്റു ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 10 80 25 അല്ലേ. അപ്പോൾ എത്രയാണ്? എത്ര ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 10ൽ എത്ര സീറോ ഉണ്ട്? ഒരു സീറോ അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം നീക്കി കുത്തുക. കണ്ടോ? ഇതാണ് ഉത്തരം വരുന്നത്. ഇത്രയും റുപ്പീസാണ് അയാൾക്ക് 2 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ അയാൾ അടയ്ക്കേണ്ട തുക വരുന്നത്. തന്നെ ഇയാൾ എത്ര എന്ന് വെച്ചാൽ 10,000 റുപ്പീസ് തിരിച്ചടച്ചുവല്ലോ. അപ്പോൾ ആഫ്റ്റർ 2 ഇയർ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും രൂപയാണ് അയാളുടെ
അപ്പോൾ അയാളുടെ എമൗണ്ട് കിടക്കുന്നത് ബാങ്കിൽ തിരിച്ചടയ്ക്കാനുള്ളത്. പക്ഷെ അതിലയാൾ 10,000 രൂപ അയാൾ തിരിച്ച് അടച്ചു. 10,000 രൂപ അയാൾ തിരിച്ചടച്ചു. അപ്പോൾ ഇനി ഇത്രയും രൂപയാണ് 20,802 രൂപ 50 പൈസയാണ് കേട്ടോ വരുന്നത്. 20,800 നോട്ട് 2.5 ഇത്രയും രൂപയാണ് അയാൾ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ പിന്നീട് അടുത്ത 1 വർഷത്തേക്കും കൂടി കഴിഞ്ഞിട്ടാണ് അയാൾ ലോൺ മൊത്തം ക്ലോസ് ചെയ്യണത് ടോട്ടൽ. അപ്പം നമ്മളുടെ എമൗണ്ട് പി എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ് 11% തന്നെയാണ്. പക്ഷേ എന്ന് പറയുന്നത് 1 വർഷമേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ വരുൺ തിരിച്ചടച്ചു എന്നാണ് പറയണത് കാശ്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഇക്വേഷൻ തന്നെ എഴുതണേ. പി ഇൻറ്റു എപ്പോഴും ഇക്വേഷൻ എഴുതിക്കൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു എമൗണ്ടാണ് നമ്മൾ പി ആയിട്ട് എഴുതേണ്ടത്. ഇൻറ്റു 1 പ്ലസ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 തന്നെയാണ്. പക്ഷെ എത്ര നാളാണ്? 1 വർഷമേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചടച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് 20,802.5 ഇൻറ്റു 1 ഇൻറ്റു 100 അതുപോലെ തന്നെ 111/100 ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചടച്ചല്ലോ, ഒറ്റ പ്രാവശ്യം നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ കോമൺ സീറോസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ ഇവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3.0905 ഇത്രയാണ് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഒരു സ്ഥാനം നീക്കി നമ്മൾ പോയിൻ്റ് നീക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് പോയിൻ്റ് വരിക ബൈ 100 കണ്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 100 കൊണ്ട് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഒരു 0.5 ഉണ്ടല്ലോ, ഒരു സ്ഥാനമുണ്ട്. പിന്നെ ഈ 2 സ്ഥാനം കൂടി ഇതിനകത്തേക്ക് കയറും കേട്ടോ. അപ്പം 23.090775 അല്ലേ. അപ്പോൾ ഒരു സ്ഥാനം ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ 2 സീറോസിൻ്റെ സ്ഥാനം 3, 1, 2, 3 ഇവിടെയാണ് പോയിൻ്റ് വരിക. അപ്പം ഇത്രയും റുപ്പീസാണ് അവൻ വരുൺ 1 വർഷം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരിക. മണി മാത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചേഞ്ചിങ് ടൈംസ് എന്താണ് നമ്മൾ പഠിക്കണം. എന്താണ് ചേഞ്ചിങ് ടൈംസ് എന്ന്? അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേഞ്ചിങ് ടൈംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടേണ്ട 2 വേർഡ്സ് ആണ്, അല്ലെങ്കിൽ 2 ടേമാണ്. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം, ഹാഫ് ഇയർലി അതായത് അർദ്ധവാർഷികം എന്നാണ് അർത്ഥം കേട്ടോ. ഹാഫ് ഇയർലി എന്താണ് ഹാഫ് ഇയർലി എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഉണ്ട്? ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. ഈ 12 മാസത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് 6 മാസം അല്ലേ? അങ്ങനെ എത്ര 6 കൂടുമ്പോഴാണ് ഒരു ഇയർ ആവുന്നത്? 2 അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ഹാഫ് ഇയർലി ഉണ്ട്? 2 ഹാഫ് ഉണ്ട്. 2 ഹാഫ് ഇയർലി ആണ് ഒരു വർഷത്തിൽ. അതായത് 1 ഇയറിൽ 2 ഹാഫ് ഇയർ കേട്ടോ. അപ്പം 2 ഇയറിൽ എത്ര ഹാഫ് ഇയർ ആയിരിക്കും? 4 ഹാഫ് ഇയർ. അപ്പം 3 ഇയറിൽ എത്ര ഹാഫ് ഇയർ ആയിരിക്കും? 6 ഹാഫ് ഇയർ. മനസ്സിലായല്ലോ? ഓക്കെ. തന്നെ അതുപോലെ ഇനി നമ്മൾ വേറൊരു ടേം കൂടി അതിനകത്ത് പഠിക്കണം, ക്വാർട്ടർലി. എന്താണ് ക്വാർട്ടർലി? പാദവാർഷികം. അതായത് ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ടെന്ന്. എത്ര ക്വാർട്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ്. നമുക്കറിയാം ക്വാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് 3. എത്ര 3 ഉണ്ട്?
എത്ര 3 ആക്കാമെന്ന് ഒരു വർഷത്തിനെ. നമുക്കറിയാം 12 മന്താണ്, 12 മന്ത്സാണ്. ഈ 12 മന്ത്സിൽ എത്ര 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ക്വാർട്ടറാണുള്ളത്. അതായത് 3 മന്ത് 3 മന്ത് 3 മന്ത് എത്ര 3 മന്ത്സ് ഉണ്ട് എന്നാണ്. അപ്പോൾ 4 3 മന്ത്സ് ആണുള്ളത്. അപ്പോൾ ഒരു വർഷത്തിൽ പിന്നെ 1 ഇയറിൽ എത്ര ക്വാർട്ടർ ഉണ്ടാവും? 4 ക്വാർട്ടർ. അപ്പോൾ 2 ഇയറിലാണെങ്കിലോ 8 ക്വാർട്ടർ. കണ്ട, ഇങ്ങനെയാണ് വരുന്നത്. ഇനി പറയുമ്പോൾ അതേപോലെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇയർലി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മൾ 1 ഇയർ ആണെങ്കിൽ 2 ഹാഫ് ഇയർ ഒക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പഠിക്കുന്നത് പെർസെൻറ്റേജ് നമുക്ക് തന്നാൽ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 6 എത്രയാണോ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം കേട്ടോ. 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിൽ ഹാഫ് ഇയറിൽ 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേപോലെ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ 6നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നറിയാമോ? 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം മറക്കരുത്, n എന്ന് പറയുന്നത് എത്ര ഒരു വർഷമാണ് തന്നെയെന്നുണ്ടെങ്കിൽ 4 എന്നാണ് n എടുക്കേണ്ടത്. ഹാഫ് ഇയറിൽ ഒരു വർഷമാണെങ്കിൽ n എടുക്കേണ്ടത് 2 ആണ് എടുക്കേണ്ടത്. 6 എടുക്കേണ്ടത് എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരുന്നത് അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് വേണം കണക്ക് ചെയ്യാൻ. അപ്പം നമുക്ക് കണക്ക് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ചേഞ്ചിങ് ദ ടൈംസ്, മാറുന്ന കാലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 103-ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അരുൺ ഡെപ്പോസിറ്റ്, അരുൺ ഒരു 5000 രൂപയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആയിട്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് ഒരു ബാങ്കിൽ. മോഹൻ ഡെപ്പോസിറ്റ് ചെയ്തത് 5000 രൂപ തന്നെയാണ്, പക്ഷെ അത് സെയിം എമൗണ്ട് ആണ്, പക്ഷെ മറ്റൊരു ബാങ്കിൽ വിച്ച് കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റ് ക്വാർട്ടർലി, പാദവാർഷികമായി കണക്കാക്കപ്പെടുന്ന ഒരു ബാങ്കിലാണ്, ക്വാർട്ടർലി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ബാങ്കിലാണ് അവൻ അത് ഡെപ്പോസിറ്റ് ചെയ്തത്. ദ ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ബോത്ത് ഓഫ് ദ ബാങ്ക്സ്. രണ്ട് ബാങ്കിലും ആനുവൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 6% തന്നെയാണ്. എങ്കിൽ മോഹന് ഹൗ മച്ച് മോർ വുഡ് മോഹൻ ഗെറ്റ് ആഫ്റ്റർ 1 ഇയർ? മോഹന് എത്ര രൂപയാണ് കൂടുതലായിട്ട് കിട്ടുക? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ സാധാരണ പോലെ നമ്മൾ പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ ഇക്വേഷൻ എഴുതുന്ന പോലെ തന്നെ എഴുതുക. P × 1 + R/100 all raised to n. അതിനൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ ഹാഫ് ഇയർലി വരുമ്പോൾ ആ ഒരു എടുക്കുന്നതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഇക്വേഷനിലൊന്നും മാറ്റമില്ല. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന അരുണിൻ്റെ ആണ്. അപ്പം നമ്മളൊന്ന് ഹെഡിങ് ആയിട്ട് നമ്മൾ അരുൺ എന്നൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അരുൺ ഇട്ട് കൊടുത്തിട്ട് വേണം അത് എഴുതാനായിട്ട്. P × ഇതെഴുതി. ഇവിടെ വരുന്നത് P = എത്രയാണ്? 5000. ദെൻ അടുത്തത് R = 6% ആയാണ് പറയുന്നത്. പക്ഷെ ഹാഫ് ഇയർലി ആയതുകൊണ്ട് ഹാഫ് ഇയർലി ആയിട്ടാണ് അവരുടെ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് 6/2 = 3% ആണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ 1 ഇയറാണ് പറയണത്. സെയിം എമൗണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് 1 ഇയറിലാണ് ഇതാവുന്നത്. അപ്പോൾ n എന്ന് പറയണത് 1 ഇയറിൽ n 1 ഇയർ ആണ്, പക്ഷേ ഇത് ഹാഫ് ഇയർലി ആയതുകൊണ്ട് 1 × 2 2 എടുക്കണം ഇയർ കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയാണിത് കോട്ട് ചെയ്യാൻ നോക്കാം. 5000 × 1 + 3/100 all raised to എത്രയാ?
2 2 അപ്പം 5000 ഇൻറ്റു 1 ഇൻറ്റു 100 100 100 പ്ലസ് 3 103 103/100 ഇൻറ്റു 2 പ്രാവശ്യം ഉള്ളതുകൊണ്ട് 103/100. കോമൺ സീറോ ഇവിടെ 1 2 3 ഇവിടെ 4 ഉണ്ട്. അപ്പോൾ കോമൺ സീറോ 3 ആണ് അല്ലേ? രണ്ടിലും ഒരുപോലെ വരുന്നത് 3. ഇവിടെ നിന്ന് ഒരെണ്ണം വെട്ടി, ഇവിടെ നിന്ന് ഒരെണ്ണം വെട്ടി. ബാക്കി ഉള്ളതിവിടെ ഇൻറ്റു ചെയ്തിട്ട് ഇട്ട് വെക്കുക. 5 ഇൻറ്റു 103 ഇൻറ്റു 103 ബൈ 10. എല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 3045. ഇത്രയും റുപ്പീസാണ് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ 10ൽ ഒരു 0 ആണ്. അപ്പോൾ ഒരു പോയിൻ്റ് നീക്കി കുത്തിട്ടു. അപ്പോൾ കിട്ടുന്ന റുപ്പീസ് 5304 രൂപ 50 പൈസ. 5304.5 ആണ് ഉത്തരം കിട്ടുന്നത്. നമുക്കിനി ആരുടെയാണ് കണ്ടുപിടിക്കാനുള്ളത്? ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് മോഹൻ്റെ. മോഹൻ. പക്ഷേ മോഹൻ ക്വാർട്ടർലി ആണ് കേട്ടോ. ക്വാർട്ടർലി ആണ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ പി സെയിം എമൗണ്ട് തന്നെയാണ് പറയണത്. അത് ഈക്വേഷൻ എഴുതണം. പി ഇൻറ്റു 1 + r/100 all raised to n. ഇവിടെ പി ഈസ് ഈക്വൽ ടു സെയിം എമൗണ്ട് തന്നെയാണ് മോഹനും 5000 റുപ്പീസാണ്. ആർ എന്ന് പറയുമ്പോൾ 6% ആണ്. പക്ഷേ ഇവിടെ ക്വാർട്ടർലി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആറിനെ നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ 6/4 ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്കിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.5%. ഓക്കെ. ദെൻ അതേപോലെ തന്നെ n എന്ന് പറയുന്നത് 1 ഇയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്വാർട്ടർലി ആയതുകൊണ്ട് 1 ഇൻറ്റു 4 = 4 ആണ് n വരിക കേട്ടോ. നമുക്കിവിടെ ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കാം. കൊടുക്കുമ്പോൾ 5000 ഇൻറ്റു 1 + 1.5/100 all raised to 4. അപ്പോൾ 5000 ഇൻറ്റു 100 100 1.5 എന്ന് പറയുമ്പോൾ 101.5/100. അങ്ങനെ എത്ര എണ്ണം? 4 എണ്ണം കേട്ടോ. ഇൻറ്റു 101.5/100. അങ്ങനെ 4 എണ്ണം നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പം നമുക്ക് കോമൺ സീറോ അതുപോലെ വരുന്നത് എത്രയാണ്? 1 2 3 മാത്രം അല്ലേ? ഇവിടെ എത്ര ഉണ്ടെന്നല്ല, കോമൺ എത്ര ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ 3 എണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ 3 എണ്ണം വെട്ടിക്കളയാനേ പറ്റുള്ളൂ. 3 എണ്ണം വെട്ടിപ്പോയി. ഇവിടുന്ന് 2 1 3. ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്കിട്ട് എഴുതി വയ്ക്കാം. 101.5 ഇൻറ്റു 101.5 ഇൻറ്റു 101.5 ഇൻറ്റു 101.5 ഓൾ ബൈ 100 ഇൻറ്റു 100 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ 100 ഇൻറ്റു 100 10,000. 10,000 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യാൻ എളുപ്പമാണ്. ഈ 100ഉം 10ഒക്കെ ആയിട്ട് ഇൻറ്റു ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാം കൂടി ഒന്ന് എത്ര വെച്ചാൽ 1 തന്നെയാണ്. എത്ര പൂജ്യമുണ്ട് അത് കൂട്ടി എഴുതാം. 1 2 3 4 5 1 2 3 4 5 കണ്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇൻറ്റു ചെയ്യാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇത്രയും സംഖ്യ ഇൻറ്റു ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സംഖ്യയും ഇതും കൂടി ഇൻറ്റു ചെയ്യാം ആദ്യം. അപ്പോൾ ഇത് 101.5 അല്ലേ? ഇവിടെ ഇൻറ്റു 5 ഉണ്ടായിരുന്നു കേട്ടോ. ഇൻറ്റു ഇതുണ്ട്, ഈ 5 ഉണ്ട് ഇവിടെ. 101.5 അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് ഈ 101.5 101.5 ഇൻറ്റു ചെയ്യാം. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം.
ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ 101.5 ഇൻറ്റു 101.5 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 10, 30, 22, 5. അപ്പോൾ പോയിൻ്റ് എത്ര ഉണ്ട് ഇവിടെ? 101.5 ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 2 നീക്കി സ്ഥാനം കുത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1, 2. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഈ 101.5 101.5 ഇതാണെങ്കിൽ ഈ 101.5 ഈ 101.5 തമ്മിലുള്ള ഉത്തരവും ഇത് തന്നെയായിരിക്കും. ഇത് തന്നെയല്ലേ ആയിരിക്കുക. അപ്പോൾ 10, 30, 2.25 10,302 10,302.25 അത് തന്നെയാണ് ഇവിടെ വരിക. അപ്പോൾ ഒരു എളുപ്പവഴി കേട്ടോ ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിന് ഇൻറ്റു 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി കേട്ടോ. എളുപ്പവഴി കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാം കൂടി ഇൻറ്റു ചെയ്യാം. പൈ എത്രയുണ്ടെന്ന് മറക്കരുത്. 1 lakh ഉണ്ട് കേട്ടോ, 1 ലക്ഷം ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറയുന്നതാണ് ഈ ഉത്തരമാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും വലിയൊരു ഉത്തരം നമുക്ക് കിട്ടിയത് കേട്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം. എത്ര ഉണ്ടാകും? 1 lakh കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും പോയിൻ്റ് മുന്നോട്ട് നീങ്ങും. 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ നട്ടാ 1, 2, 3, 4, 5. അതായത് ഇവിടെയാണ് വരിക. ഉത്തരം നമുക്ക് വരുന്നത് 56.81. 2 സ്ഥാനം മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ആർക്ക് കിട്ടുന്നത്? മോഹന് കിട്ടുന്നത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മോഹൻ്റെയും പിന്നെ മോഹന് കിട്ടുന്ന കാശും അതായത് അരുണ് കിട്ടുന്ന കാശും തമ്മിൽ മോഹനാണ് കൂടുതൽ കാശ് കിട്ടുക. കാരണം നമുക്കറിയാം, കാരണം മോഹനാണ് ക്വാർട്ടർലി ആയിട്ടാണ്. അപ്പോൾ ക്വാർട്ടർലി ആയിട്ട് പിന്നെ ഇൻട്രസ്റ്റ് കണക്കാക്കുമ്പോഴാണ് കൂടുതൽ റുപ്പീസ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് മോഹൻ തന്നെയായിരിക്കും കൂടുതൽ കാശ് കിട്ടുന്നത്. എത്ര രൂപ കിട്ടുന്നത് നമുക്ക് നോക്കാം. അരുണ് കിട്ടുന്നത് 5,304 രൂപ 5, അതായത് 5,304 രൂപ 50 പൈസ എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് 50 പൈസ എടുക്കണമെന്നില്ല, 5,304 എടുത്താൽ മതി കേട്ടോ. പിന്നെ മൈനസ് ഇപ്പം നമുക്ക് നമ്മുടെ മോഹന് കിട്ടിയ കാശ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. എത്രയാണ്? 5,306 രൂപ 81 പൈസ ആയിട്ട്. അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്? നമ്മുടെ മോഹനാണ്. അപ്പോൾ മോഹൻ 5,306 രൂപ കിട്ടി. പിന്നെ നമ്മുടെ അരുണ് കിട്ടിയത് 5,304. അപ്പോൾ 5,306 മൈനസ് 5,304 എത്ര രൂപയാണ് കിട്ടുന്നത്? 2 റുപ്പീസാണ്. 2 റുപ്പീസാണ് ക്വാർട്ടർലി ആയിട്ട് കണക്കാക്കിയപ്പോൾ നമ്മുടെ മോഹന് കൂടുതലായി കിട്ടിയ റുപ്പീസ്. ഓക്കെ.